Hello dear students, welcome to Prerna. This class is on the cultural tourist potential of India. That is cultural tourism. The destinations which are famous for its cultural importance. So we're going to have a look at a few cultural destinations, and they are Tunjan Parambu, Wardha and Shantiniketan as given in your syllabus. മൂന്നെണ്ണമാണ് നിങ്ങളുടെ സിലബസിൽ എടുത്തിട്ട് പറയുന്നത്. ആ മൂന്നെണ്ണമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതേതൊക്കെയാണ്? ശാന്തിനികേതൻ, വാർധ ആൻഡ് തുഞ്ചൻ പറമ്പ്. ഈ മൂന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us take വാർധ ഫസ്റ്റ്. എവിടെയാണ് വാർധ? വാർധ എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ മഹാത്മാഗാന്ധി, ഗാന്ധിജീനെ പറ്റിയിട്ടായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. Mohandas Karamchand Gandhi. He was, he lived a lot of years there in Wardha. ഇനി ഇത് എവിടെയാണ് നമുക്ക് നോക്കാം. വാർധ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് വാർധ. ഈ ഒരു ഡിസ്ട്രിക്റ്റ് വാർധ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിന് അതിൻ്റെ പേര് വരാൻ കാരണം ഒരു നദിയാണ്. വാർധ എന്ന പേരുള്ള ഒരു നദി, അതിൽ നിന്നാണ് ഈ പേര് വരുന്നത്. ഒരു ജില്ലയ്ക്ക് പേര് വരുന്നത് വാർധ എന്ന പേര് വരുന്നത് അങ്ങനെയാണ്. It was an important center of cotton trade. ഗുജറാത്ത്, സൂറത്ത്, അതേപോലെ മഹാരാഷ്ട്രയിലെ പ്രദേശങ്ങളൊക്കെ തന്നെ കോട്ടൺ വളരെയധികമുള്ള പ്രദേശങ്ങളാണ്. മഹാരാഷ്ട്രയിലുള്ള വാർധയും കോട്ടണിന് വളരെയധികം കോട്ടൺ ട്രേഡ്. ഇറ്റ് വാസ് വെരി ഫേമസ് ഫോർ കോട്ടൺ ട്രേഡ് ലൈക്ക് സം അതർ ഡിസ്ട്രിക്ട്സ് ഇൻ ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തും മഹാരാഷ്ട്രയിലൊക്കെ കോട്ടൺ ട്രേഡ് വളരെയധികം ഉണ്ട്. അപ്പോൾ വാർധ അത്തരത്തിലുള്ള ഒരു കേന്ദ്രമാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രാധാന്യം നമ്മൾ ഇപ്പം എന്താണ്, വൈ ആർ യു സ്റ്റഡിങ് അബൌട്ട് വാർധ ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ഡെസ്റ്റിനേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പ്രാധാന്യം യു ഹാവ് ടു അസോസിയേറ്റ് വിത്ത് ഗാന്ധി. ഓക്കെ, ഗാന്ധിയൻ ഈറ, the role that this particular place had. That is why it is important. Now, if you go to Wardha now, you can see a lot of places associated with Gandhi. Okay, the museum, for instance, you can see the museum. You can see how they have very well showcased the kind of Gandhian lifestyle in the ashrams there, and also spectacle, books, and a lot of other things which Gandhi used during his lifetime. If you go, you can see there in the museum. Okay, so Wardhayil അടുത്ത് തന്നെ ഒരു വേറൊരു ചെറിയ സിറ്റി ഉണ്ട്, that is Sevagram. So Sevagram is also important, very well known because of the role that this particular village played during the Indian independence movement. ഗാന്ധിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു സ്ഥലമായിരുന്നു സേവാഗ്രം, വാർധയ്ക്ക് അടുത്ത് തന്നെയുള്ളത്. ഇനി ഇവിടെയാണ് നമ്മൾ പറയുന്നത് വാർധയിൽ 1934 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ആനുവൽ മീറ്റിംഗ് ഇവിടെയാണ് നടക്കുന്നത്. അതൊരു പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരുപാട് ഓർമ്മപ്പെടുത്തലായിട്ടുള്ള പല സംഭവങ്ങളും നിങ്ങൾ ഇപ്പോഴും അവിടെ പോയാൽ കാണാൻ പറ്റും. പിന്നെ ഓഫ്കോഴ്സ് ഗാന്ധീസ് ആശ്രം ക്യാൻ ബി സീൻ. ഇനി ഇവിടെ പറയുന്നത് അടുത്തൊരു ഇമേജ് കൊടുത്തിട്ടുള്ളത് ദാറ്റ് ഈസ് മകൻ സംഘ്രാലയ, വിച്ച് ഇസ് എ മ്യൂസിയം. ഈ മ്യൂസിയത്തിൽ എന്താ ഉള്ളത് വെച്ചാൽ യു ക്യാൻ സീ ഹൗ എ ലോട്ട് ഓഫ് exhibits are there in this particular museum, which in fact show the importance of rural industries. That is self-reliance. That was the theme which Gandhi in fact had copied in his life, without depending any other person or any other country. How to meet one's own needs. So that you can see how he tried a lot of experiments through chatka, khadi, handicrafts, etc. So in this particular museum you can see a lot of exhibits which in fact create that awareness to promote rural industries. Okay, adana nammal kaana chatka sample okke കാണാൻ പറ്റും. പിന്നെ ഗാന്ധിയുടെ സേവാഗ്രം ആശ്രം. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ യു ഹാവ് ടു നോ ദാറ്റ് ആഫ്റ്റർ 1930 Gandhi did not go to his ashram at Sabarmati. He spent a lot of time in Wardha. He was in fact a guest of Jamnalal Bajaj, a very prominent industrialist of that period. പിന്നെ അദ്ദേഹം ഈ സേവാഗ്രം എന്ന് പറയുന്ന ആശ്രമത്തിൽ സെറ്റിൽ ചെയ്യാണ് with his wife Kasturba and his disciples. A lot of experiments which Gandhi had as far as self-reliance, his techniques regarding self-reliance. You can see it happened in this particular ashram which was in Wardha.
Okay, how lots of things like spectacle, telephone, notebooks, tables, mats which Gandhi had used can also be seen here. This is Bapu Kudi. Bapu Tamasichirunna adoru image aanu ivide koduthichullathu. This is an image. You can see Gandhi and Nehru also there, and also a few kids around. Okay, so that is an image shot near this Kudi. Then a few things which Gandhi had used as exhibits you can see if you go to Wardha. ഇതൊക്കെയാണ് വാർധയുടെ പ്രാധാന്യം. അതുകൊണ്ട് വാർത്ത കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് തുഞ്ചൻ പറമ്പാണ്. തുഞ്ചൻ പറമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളതാണ്, ഒരുപാട് പേർക്ക് പരിചയമുള്ള പ്രദേശമാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ വി ഹാവ് ദ യൂണിവേഴ്സിറ്റി, മലയാളം യൂണിവേഴ്സിറ്റി തിരൂറാണുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് മലയാളം യൂണിവേഴ്സിറ്റി അവിടെ വരാൻ കാരണം? ബിക്കോസ് ഇൻഫാക്ട് ദിസ് ഇസ് എ ബർത്ത് പ്ലേസ് ഓഫ് ദ ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്. തുഞ്ചൻ എഴുത്തച്ഛൻ്റെ ജന്മ സ്ഥലമാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യമാണ് ഈ ഒരു പ്രദേശത്തിനുള്ളത്. Okay, so this Tunjan Parambu in the Varina Pradesh, it is 2 kilometers away from the Tirur railway station. Any വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ എന്താണ് ഇത്രത്തോളം പ്രാധാന്യമുള്ളത് തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്നത്? അവിടെ ഒരു സ്മാരകമുണ്ട്. There is a memorial in honor of the great poet, the father of Malayalam language, that is Tunjan Ezhuthachan, which was established in the year 1964. അപ്പോൾ ഇത് മലപ്പുറത്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇനി എഴുത്തച്ഛനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം അദ്ദേഹമാണ് കിളിപ്പാട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി മലയാളം ഭാഷയിൽ, മലയാളം എഴുത്തിൽ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക കൈൻഡ് ഓഫ് ഡിവോഷൻ വിച്ച് ഹി ഹാഡ് for Malayalam language, Malayalam literature, we don't have to in fact talk much about that, and you can see it is in his honor that we have such a memorial now, that is Tunjan Smaraka. ഇനി ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? ലിറ്റററി ഫെസ്റ്റിവൽസ് ആർ കണ്ടക്ടഡ് എവറി ഇയർ, ദാറ്റ് ഇസ് ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ. ദെൻ തുഞ്ചൻ ഉത്സവം എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്, ദാറ്റ് ഇസ് ഇൻ ദ മന്ത് ഓഫ് ഫെബ്രുവരി, where people throng, a large number of people, especially those who are interested in literature, they visit the place. And Vijayadashmi Day, that is Vijayadashmi എന്ന് പറഞ്ഞാൽ നവരാത്രി കഴിഞ്ഞിട്ടുള്ള, it is the day when a lot of young children are initiated to the world of knowledge. ആ ഒരു വിശ്വാസം ഹിന്ദു മതവിശ്വാസികൾക്കുണ്ട്. സോ a lot of people, not only Hindus, a lot of people go there, and you can see അപ്പം പ്രോമിനൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഒക്കെയാണ് കുട്ടികളെ ആദ്യമായിട്ട് എഴുത്തിനിരുത്തുന്നത്. Not only small kids, poets, they also sometimes offer their first works at this place. കാരണം ഇത് വലിയൊരു എഴുത്തുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മഹിമ ഓർക്കുകയാണ് എല്ലാവരും ഒന്നുകൂടെ എന്നുള്ളതാണ്. That is the prominence of the festivals which are held here, and how you can see this is an important cultural destination in that way. മെമ്മോറിയൽസ്, അത് ഇതിവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇമേജസ് മിസ് കൊടുത്തിട്ടുണ്ട്. അയേൺ സ്റ്റൈലസ്, എഴുത്താണി എന്ത് വെച്ചിട്ടാണോ എഴുത്തച്ഛൻ എഴുതിയിരുന്നത് അത് നമുക്ക് കാണാൻ പറ്റും. കാഞ്ഞിരവൃക്ഷം, അതിൻ്റെ ചുവട്ടിലിരുന്നിട്ട് അദ്ദേഹം എഴുതിയിരുന്നത് അത് കാണാൻ പറ്റും. അതൊക്കെ നല്ല അതേപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കുറച്ച് ഇമേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ place. In fact, in the midst of greenery, you can find such eco-friendly buildings also. The stylus അല്ലെങ്കിൽ എഴുത്താണിയുടെ ഒരു ഇമേജാണ്. ഓക്കെ, അത് അവിടെ ഉള്ളൊരു വേറൊരു ഇമേജാണ്. പത്രത്തിലുള്ളതൊക്കെയാണ് നമ്മൾ തുഞ്ചൻ ഭാഗം. ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ, ദാറ്റ് ഇസ് ശാന്തിനികേതൻ. മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ ഏതാണ്? ശാന്തിനികേതൻ. അപ്പോൾ മൂന്നാമത്തതും പറയുകയാണ് ഇവിടെ. സോ മൂന്നെണ്ണേ പറഞ്ഞിട്ടുള്ളൂ കൾച്ചറൽ ഡെസ്റ്റിനേഷൻ. സോ ലെറ്റ് us now discuss the third one, which is ശാന്തിനികേതൻ. ശാന്തിനികേതൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, it actually brings very beautiful memories about Rabindranath Tagore, the person who won for India the first Nobel Prize in Literature. That was in 1913 for his beautifully written work Geetanjali. Okay, ഇത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാൾ. എവറിബഡി നോസ് വിച്ച് ഡിസ്ട്രിക്ട്? ബീർഭം ഡിസ്ട്രിക്ട് ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇപ്പോൾ കൽക്കത്തയുടെ കുറച്ച്, that is 152 kilometers away from Calcutta, you can see this particular place. ഇനി ഇതാരാണ് കണ്ടുപിടിച്ചത്? ശരിക്കും പറഞ്ഞാൽ ടാഗോറിൻ്റെ പേരിലാണ്, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നതെങ്കിലും, ഈ പ്രദേശം അറിയപ്പെടുന്നെങ്കിലും, ഇത് ശരിക്കും തുടങ്ങി എസ്റ്റാബ്ലിഷ് ബൈ ഹിസ് ഫാദർ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു 20 ഏക്കർ ഭൂമി വാങ്ങുകയാണ് ചെയ്യുന്നത്. That was in 1863 when Devendranath Tagore had taken in permanent lease 20 acres of land. പാട്ടത്തിന് എടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അതിനൊരു പേരിടുകയാണ്, ദാറ്റ് ഈസ്
a board of peace, Shanti കൊണ്ടുവരുന്ന ഒരു സ്ഥലം, ശാന്തിനികേതൻ എന്ന ഒരു അദ്ദേഹത്തിന് ആ ഒരു ഏക്കർ അതിൻ്റെ എസ്റ്റേറ്റിന് പേരിടാണ്. പിന്നെ ഇതിൻ്റെ പ്രാധാന്യം ഇവരൊക്കെ തന്നെ സാംസ്കാരികമായിട്ട് വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള ആൾക്കാർ. ആ കുടുംബം ടാഗോർസ് ഹാഡ് കോൺട്രിബ്യൂട്ടഡ്. സോ ഡ്യൂ ടു ദെയർ പ്രോമിനൻസ് the place itself came to be known as Shantiniketan. ഇനി അവിടുത്തെ പ്രാധാന്യം എന്തൊക്കെയാ വെച്ചാൽ, you know, like this was the place where Tagore in fact had nurtured his dream to have a school system in close harmony with nature. And also you can see how that was this pattern was known as the Gurukul pattern of education, and that was in close harmony with nature. Students learned vernacular languages, and you can see now there is Rabindra Bhavana, which was established in 1942 by Rabindranath Tagore, that is the son of Rabindranath Tagore, where you can see, in fact, a collection of all those things Rabindranath Tagore had used. Other archive in his collection, and you have to know that he was a multifaceted personality. He was a painter, he was a journalist, so you can see in large volumes his books, his collections, sketches, paintings, photographs. He's a photographer, so a lot of things can be seen there if you visit Rabindra Bhavana. So this is in fact a museum now, which is in fact a pleasure for everybody who is interested in Robert Tagore, a research center as far as Tagore's literature is concerned too, that is Rabindra Bhavana. Okay, now you know that Shantiniketan is considered to be a university town, because we know that by a name of a university, that is Vishwabharati University, which is there. Vishwabharati is a university which is in Shantiniketan now, where you can see a wide range of disciplines are taught, not only humanities and science, but also music, dance, and a lot of languages are taught in this particular university. Okay, so that is about Shantiniketan and also Tagore, and I have here in fact a small video which I advise all of you should watch. Nalla bhangiyulla oru video aanu. It's about Shantiniketan. Oru cheriya oru 5 minute video aanu. You can see all the important buildings there, and how Tagore had nurtured his dream. You can see that also, and how in perfect harmony with nature he had in fact built his university. So have a look at it. Okay, I am sure you will enjoy it. Okay, bye bye until we meet in the next class. Shantiniketan in Birbhum district, adjoining the district of Murshidabad in West Bengal, needs little introduction. This abode of peace, approximately 200 kilometers from Kolkata, is where Nobel laureate Rabindranath Tagore nurtured his vision of an ideal school and education. The Tagore family settled here after Maharshi Rabindranath Tagore bought land here and constructed a retreat center in 1863. Shantiniketan gradually developed into a great center of learning after his son Rabindranath Tagore introduced the Brahmacharya Ashram school in 1901. The school was fashioned after the ancient Indian Gurukul tradition. Children were made to study close to nature in a natural environment. Pupils of classes 8 to 10 still continue to study this way, holding their classes under the open skies. The main medium of instruction is Bengali and English, one of the subjects. When Rabindranath Tagore began this form of education, the Shantiniketan Brahmacharya Ashram, with just 5 pupils more than a century ago, he confessed that he had little idea of how this was going to be. It was something he felt was more like a seed which grew into a plant, and that you could not separate the seed from the plant. And very much like that, a century on, this form of education continues to flourish here in Shantiniketan. While the Shantiniketan school was started at the inception of the Swadeshi movement, Tagore later added Vishwabharati to build friendship with nations at the end of the First World War. This despite the non-cooperation movement. Together with Vishwabharati, Tagore's thoughts on education was complete. 15 years after the establishment of the first school here, Tagore began to feel the need for a center of culture where the East would meet with the West to foster mutual understanding between the peoples of the two worlds. Thus was born the seed of Vishwabharati, a center where
many research and higher studies in diverse subjects ranging from Hindu philosophy to Chinese literature, Persian, Arabic, Latin, and German were introduced. Where we are now is Kala Bhavan, which was established in 1921 for fine and performing arts. In fact, today Kala Bhavan is perhaps one of the many centers here which continues to live up to these ideals of where the East and the West meet. It attracts many international students and has produced many renowned artists from this part. Vishwa Bharati was to be an expression of India's other soul, that which would represent India's hospitality to the world. Guided by these precepts, Shantiniketan became a great center of learning, attracting many learned scholars. Amongst them, the most eminent scholars being early 20th century French historian Sylvain Levi, educationists Moritz Winternitz, Vincent Lesnie, Stan Conno, Carlo Formici, and Malariologist Dr. Harry Timbers. In return, the university has given to the world leaders like Indira Gandhi, Satyajit Ray, and Nobel laureate Amartya Sen. The other ideal that Tagore upheld was one of total activity to make education relevant to life. To achieve this, he set up a center for rural reconstruction at Surur village, calling it Sri Niketan. He was convinced that an education without the knowledge of rural India and without effort to rejuvenate rural life was incomplete. One of the several institutions to be added to Shantiniketan after the death of the poet in 1941 was in fact this Rabindra Bhavan amongst the first. Here the works of the great poet are reposited, and it is now a world center for the study of the lives and works of Rabindranath Tagore. Let's go in and take a look. ফুলের বাগান ঘন ঘাসের পূর্বে সজ্জা বনবাসের শ্যাওলা এসে ঘিরবে দিঘির ধার গুলায় তখন আমায় নাই বা মনে রাখলে তারার পানে চেয়েছে নাই বা আমায় ডাকলে। The Tagore Museum displays some of the poet's personal belongings, but sadly amongst them not the Nobel Prize medal, which he received in 1913 for his work of verses Gitanjali. The original was stolen in 2004, and now in its place a replica which has been given by Sweden's Nobel Foundation. While at Shantiniketan, the house of Rabindranath Tagore is an important place that cannot be left out. Most of the things are still kept the same way, and few alterations have been done to the place. The most enduring is the sense of peace that still prevails in its tranquil settings. In the words of the founder of Vishwa Bharati, the world's nesting place, this place was a perpetual creation of the enthusiastic cooperation between students and teachers. In it lay its past glory and its hope for the future. If you want this place to be listed in the 7 Wonders list of India, give your vote for Shantiniketan. কাঁটা লতা উঠবে ঘরের দ্বার গুলায়।